സഹോദരന്മാർക്കും മാതാപിതാക്കന്മാർക്കും എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. सभी माता पिताओं को, सभी मेरे प्रियजनों को मैं अपना अभिवंदन करता हूँ. ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ ഒരു ആത്മീക യോഗത്തിൽ വചനം നിൽപ്പാൻ കർത്താവ് സഹായിച്ച ദൈവത്തിന് മഹാദയക്കായി കർത്താവിന് സ്തോത്രം ചെയ്യും. एक और बार यह हमें अवसर मिला कि सात्विक सभा में आकर वचन से बात करने के लिए परमेश्वर ने हमें ऐसा अवसर दिया, इसलिए परमेश्वर को धन्यवाद करते हैं. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഞങ്ങളുടെ കർത്താവിനെ उस സ്തുതിക്കുകയാണ്. परमेश्वर की कृपा के लिए हम परमेश्वर को धन्यवाद करते ഈ हैं. വചനം എടുത്തു നിൽക്കുവാൻ പ്രസംഗിപ്പാൻ യോഗ്യത നൽകിയ കർത്താവിന് സകല ബഹുമാനവും സകല ആരാധനയും അർപ്പിക്കുന്നു. इस वचन को पढ़ने में और इस वचन को प्रचार करने के लिए परमेश्वर ने हमें हम योग्य बनाया, इसलिए परमेश्वर को धन्यवाद करते हैं. എല്ലാവർക്കും വീണ്ടും വന്ദനം അറിയിക്കുന്നു. सभी को मैं फिर से अभिनंदन करता हूँ. എല്ലാവരും സുഖമായി സമാധാനമായിരിക്കുന്നു പൂർണ്ണമായിട്ട് सब വിശ്വസിക്കുന്നു. लोग खुशहाल होंगे, इसलिए परमेश्वर को धन्यवाद करते हैं. ഞങ്ങളും റായ്ബറേലിയിൽ സമാധാനത്തോടെ ആയിരിക്കും. हम रायबरेली में भी बड़े ही आनंद के साथ हैं. കർത്താവിന്റെ വേല ചെയ്തു വരുന്നു സന്തോഷമായി. परमेश्वर की सेवा करते हैं बड़े ही आनंद के साथ. പ്രയാസങ്ങളും പ്രതികൂലമെല്ലാം ഉണ്ടെങ്കിലും വളരെ ശാന്തമായ ദിവസങ്ങളിൽ അങ്ങനെ ഇത് പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ് ദിവസങ്ങൾ. भले समस्याएं और सतावट है, लेकिन बड़े ही शांत माहौल के साथ और प्रार्थना के साथ हम यहाँ बैठे. ദൈവസഭയെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ദിനങ്ങളാണ്, അല്ലെങ്കിൽ ശാന്തമായ ദൈവസഭയെ ഒരുക്കി വരികയാണ്. कलीसिया को प्रार्थना के लिए तैयार होने का एक समय आ गया है आज का समय. ശബ്ദ ഞങ്ങൾക്ക് അധികം ശബ്ദം കാരണം മൈക്ക് സിസ്റ്റം എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു, കാരണം ശബ്ദം അധികം പുറത്തു പോകാത്ത രീതി. അതുകൊണ്ടാണ് ഞങ്ങൾ മൈക്ക് ഉപയോഗിക്കാൻ സംസാരിക്കുന്നത്. आवाज बाहर ना जाने पाए, इसलिए हम लोग माइक इस्तेमाल नहीं करते हैं. ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. സാഹചര്യങ്ങൾ ഏത് തന്നെയായിരുന്നാലും നമ്മൾ ദൈവത്തിന്റെ വേല ചെയ്യും. भले ही परिस्थितियां कुछ भी हो जाए, हम परमेश्वर की आराधना करें. കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചവരാകയാൽ നാം ശക്തരായി മുമ്പോട്ട് പോകും. तो परमेश्वर ने हमें इस सेवा के लिए बुलाया और ये हमारा कर्तव्य है कि हम पूरी दृढ़ता के साथ आगे बढ़े. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ബഹുമാനരായ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. हमारे लिए प्रार्थना करने वाले सभी दास दासियों को हम धन्यवाद करते കഴിഞ്ഞ हैं. നിങ്ങൾ നടന്നുപോയ പാതകൾ ദുർഘടമായിരുന്നെങ്കിൽ കർത്താവ് ഞങ്ങളെ നടത്തി. बीते दिनों में जो भी हुए वो सब बड़े ही दुखद था, लेकिन परमेश्वर ने हमें उसके बीच चलाया. അമ്മേ, ദൈവം നമ്മളെ കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യും. परमेश्वर ने हमें चलाया, इसलिए परमेश्वर को धन्यवाद करते हैं. ദൈവാത്മാവ് നൽകിയ ഒരു ചിന്തയുമായി നാം അല്പസമയം ഒരുമിച്ചായിരിക്കാം. पवित्र आत्मा ने जो हमें आज के दिन एक जो वचन दिया है, हम उससे बात करना चाहते വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. हैं. बड़े ही प्रार्थना के साथ हम बैठेंगे. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ സന്ദേശം എല്ലാവർക്കും ആത്മിക സന്തോഷവും ആത്മിക പ്രചോദനവും നൽകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ये വിശ്വസിക്കുന്നു. मैं पूरा विश्वास करता हूँ कि जो आज का वचन है वो सभी के लिए एक आनंद का और एक उत्तेजित करने वाला एक वचन होगा. പ്രാർത്ഥനയോടെ ഇരുന്നപ്പോൾ ദൈവാത്മാവ് വെളിപ്പെട്ട ചില ചിന്തകളാണ് ആമേൻ ഇവിടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. प्रार्थना करते वक्त पवित्र आत्मा ने जो वचन दिया है वही मैं आज आपके मध्य में പിതാക്കന്മാരായ ദൈവാസന്മാർ, ഞാൻ വളരെ ബഹുമാനിക ദൈവാസന്മാർ ആമേൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. जो मेरे पिता समान सभी पासबान आदरणीय पासबान है, उन सबका मैं धन्यवाद करता हूँ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. परमेश्वर सबकी सहायता करे. എല്ലാവർക്കും ദീർഘായുസ്സും ബലവും ശക്തിയും പകരട്ടെ. परमेश्वर आप सबको बल और शक्ति देने पाए. ആമേൻ. ഈ പ്രായത്തിൽ ദൈവത്തെ വേല ചെയ്യുന്ന പ്രായമുള്ള ദൈവാസന്മാർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस उम्र में भी परमेश्वर की सेवा करने के लिए सभी पासबानों को परमेश्वर ने सहायता की, इसलिए परमेश्वर को ദൈവം धन्यवाद. നിങ്ങൾക്ക് ദീർഘായുസ്സും ബലവും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. परमेश्वर आपको बल शक्ति और सामर्थ्य देने पाए. അപ്പോസ്തലരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ प्रेरित काम उसका पहला अध्याय 16-ാമത്തെ വാക്യം ആമേൻ അല്പസമയം ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് വായിക്കാം. उसका 16वीं आयत हम लोग मिलकर थोड़ी देर उससे बात करेंगे. 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. पहला अध्याय उसका 16वीं आयत. നാം ഇങ്ങനെ വായിക്കുന്നു വാക്യത്തിൽ, इस वचन को इस प्रकार पढ़ते हैं. സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. हे भाइयों, आवश्य था कि पवित्र शास्त्र का वो लेख पूरा हो जो पवित्र आत्मा ने दाऊद के मुख से यहूदा के विषय में जो यीशु के पकड़ने वाले का अगुवा था पहले से कहा था. എഴുതിയിരിക്കുന്നു, തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. पवित्र शास्त्र का वो लेख पूरा हो. തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ വേണ്ടി, पवित्र शास्त्र का पूरा होने के लिए. കർത്താവിന്റെ തിരുവചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. इस परमेश्वर के पवित्र शास्त्र के लिए हम परमेश्वर को धन्यवाद करते हैं. തിരുവചനം, पवित्र शास्त्र, ദൈവത്തിന്റെ ശബ്ദം, परमेश्वर की बोली, ദൈവത്തിന്റെ ഹൃദയം തുറന്നു കാണിച്ച
കാണിക്കുന്ന പുസ്തകം തിരുവെഴുത്ത്. परमेश्वर के हृदय को खोलकर दिखाने वाला एक किताब है पवित्र शास्त्र। ഈ തിരുവചനം എന്നും വായിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുന്നല്ലോ. ये पवित्र शास्त्र को रोज पढ़ने के लिए परमेश्वर हमें ऐसा सौभाग्य दे रहा है। എന്നും രാവിലെ ഉണർന്ന് ദൈവത്തിന്റെ ശബ്ദം ദൈവദാസന്മാരിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് ഭാഗ്യം തരുന്നല്ലോ. हर दिन सुबह उठकर ये वचन सुनने के लिए परमेश्वर ने हमें सौभाग्य दिया। परमेश्वर धन्यवाद। ഈ തിരുവെഴുത്താണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. ये पवित्र शास्त्र ही हमें उस परमेश्वर के निकट लेके जाता है। യേശു ആരാണെന്ന് അറിയുവാൻ, यीशु मसीह कौन है, നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ അറിയുവാൻ, हमारे प्रभु के प्रेम को हमें पहचानने के लिए, നമ്മെ കുറിച്ചുള്ള സകല ദൈവിക പദ്ധതികളും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന തിരുവെഴുത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. हमारे लिए जो उद्देश्य है, जो आत्मिक उद्देश्य है, वो सब हमारे सामने खोल कर रखने वाला एक किताब है ये पवित्र शास्त्र। നമ്മുടെ ദൈവം ആരാണെന്നുള്ള വലിയ ആ അറിവ് നമുക്ക് പകരുന്ന ദൈവത്തിനായി സ്തോത്രം वो ചെയ്യാം. परमेश्वर कौन है, वो बड़े ही गहरी प्रकाशन को हमारे सामने खोल कर रखने वाला एक पवित्र ഈ शास्त्र। തിരുവെഴുത്ത് നമ്മുടെ कയ്യിൽ ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഉള്ള ആ വലിയ വിഷയത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? अगर ये पवित्र शास्त्र हमारे पास नहीं होता तो क्या होता, क्या कभी आपने ये सोचा है? ആമേൻ. ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ, അന്ധകാരത്തിൽ ആമേൻ നമ്മൾ അതെ കിടന്ന് പ്രയാസപ്പെട്ടേനെ. हम बड़े ही अंधकार में और बड़े ही पाप भरी जिंदगी में हम पड़े होते। എന്നാൽ ഈ തിരുവെഴുത്തിന്റെ ആത്മീക മർമ്മങ്ങളല്ലേ നമ്മെ ഈ സമാധാനത്തിലേക്ക് കൊണ്ടുവന്നത്. लेकिन ये पवित्र शास्त्र की गहरी बातें हैं जो हमें एक सत्य की तरफ लेके आई। നമ്മുടെ മാതൃഭാഷയിൽ തിരുവെഴുത്ത് ദൈവം എഴുതി നമ്മുടെ കരങ്ങളിൽ നൽകിയല്ലോ. हमारी अपनी खुद की मातृभाषा में परमेश्वर ने पवित्र शास्त्र हमें ഈ दिया। തിരുവചനം കയ്യിലെടുക്കുമ്പോഴെല്ലാം സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയണം. ये पवित्र शास्त्र जब हम हाथ में पकड़ते हैं तो हमारे में एक आनंद आना चाहिए ആമേൻ. നമ്മുടെ സ്വന്തം ഭാഷയിൽ कि हमारी खुद की भाषा में, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ हमें समझने वाली ऐसी भाषा में സർവശക്തനായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ തുറന്ന് നമ്മോട് സംസാരിക്കുന്ന ദൈവത്തെ തിരുവചനം. और परमेश्वर के हृदय को खोल कर रखकर हमसे बात करने वाले किताब ये पवित्र शास्त्र। അതുകൊണ്ട് എപ്പോഴും തിരുവചനം കാണുമ്പോഴും തൊടുമ്പോഴും തുറക്കുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം ആമേ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയണം. जब भी हम ये किताब को खोलते हैं, पढ़ते हैं, तो हमारी आंखों में वो आनंद के आंसू आना ഓരോ आवश्यक है। പ്രാവശ്യവും തിരുവെഴുത്ത് ആമേ തുറന്ന് വായിക്കുവാനും പ്രസംഗിക്കുവാനും അവസരം ലഭിക്കുമ്പോൾ കർത്താവേ നന്ദി എന്ന് പറഞ്ഞു തുടങ്ങണം. जब भी हम ये वचन का प्रचार करते हैं, वचन के बारे में पढ़ते हैं, तो हमें परमेश्वर को धन्यवाद करना चाहिए कि पवित्र शास्त्र के നമ്മുടെ लिए। കരങ്ങളിൽ നമ്മുടെ മാതൃഭാഷയിൽ ഈ തിരുവചനം ലഭിക്കുവാൻ അതിന്റെ പുറകിൽ അധ്വാനിച്ച ഒരുപാട് हमारे ദൈവദാസന്മാരുണ്ട്. हाथों में पवित्र शास्त्र हमारी मातृभाषा में लाने के लिए कई सारे प्रभु के जनों को परमेश्वर ने इस्तेमाल किया। അവരെല്ലാം ദീർഘവർഷങ്ങൾ അധ്വാനിച്ചു. അവർ വളരെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് നമ്മുടെ എല്ലാം മാതൃഭാഷകളിൽ, സ്വന്തം ഭാഷകളിൽ ഈ തിരുവചനം എഴുതപ്പെട്ട് നൽകിയത്. कई वर्षों की कड़ी मेहनत के बाद ही ये परमेश्वर के जनों को परमेश्वर ने इस्तेमाल किया कि पवित्र शास्त्र हमारे हाथ में आए। അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യണം. इन सबके लिए परमेश्वर को धन्यवाद देते हैं। ഹല്ലേലൂയ. हालेलुया। ആമേൻ. നാം ഇങ്ങനെ വായിക്കുന്നു, പത്രോസിന്റെ വാക്കുകളാണ് തിരുവെഴുത്ത് हम നിവൃത്തിയാകുന്നു. ऐसा पढ़ रहे थे, ये पौलुस के शब्द हैं कि पवित्र शास्त्र का वो लेख पूरा हो। നാം വേദോസിൽ വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. हम सब पढ़ते हैं कि जो भी जितने भी पवित्र शास्त्र में जितने भी वचन हैं, वो सब परमेश्वर के द्वारा आए हुए हैं। ആമേൻ. ദൈവത്തിന്റെ വചനം നാം വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് വചനമായിരുന്നു എന്ന് വായിക്കുന്നു. हम लोग पढ़ते हैं कि आदि में वचन था, इसका मतलब परमेश्वर ही वचन था। അപ്പോൾ ആമേൻ, ഈ വചനത്തിന് വലിയ ദൈവത്തിന് എത്രത്തോളം ശക്തിയുണ്ടോ അത്രത്തോളം ശക്തി ദൈവത്തിന്റെ വചനത്തിനുമുണ്ട്. तो ये बात हमें समझनी जरूरी है कि जितनी सामर्थ परमेश्वर में है, उतनी ही सामर्थ इस वचन में भी है। ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് സന്ദേശമായി നിൽക്കുമ്പോൾ ദൈവാത്മാവ് നമുക്ക് തരുന്ന ചിന്ത ഇതാണ്: നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും തിരുവെഴുത്തിനെ മുമ്പിൽ നിർത്തണം. आज के दिन हम जो बात सीखने जा रहे हैं वो ये है कि कहीं भी हम जाते हैं, कहीं भी अगर हम जाते हैं, तो पवित्र शास्त्र को ज्यादा महत्व देना है। തിരുവെഴുത്തിന് മുൻസ്ഥാനം കൊടുത്തിരിക്കണം. पवित्र शास्त्र को पहला स्थान देना जरूरी है। നമുക്കറിയാം, നമ്മുടെ ഈ മുമ്പ് നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന എല്ലാവരും ഈ തിരുവെഴുത്തിന് പ്രാധാന്യം നൽകിയത് കൊണ്ടാണ് നാം എല്ലാം ഈ പദവിയിലായിരിക്കുന്നത്. हम सब जानते हैं कि आज हम जिस पदवी में हैं, जिस स्थान में हैं, इसके पीछे एकमात्र कारण ये पवित्र शास्त्र। അതെ, ദൈവത്തിന്റെ വചനമാണ് നമ്മെ ഇതുവരെ കൊണ്ടുവന്നത്. ये परमेश्वर का ही पवित्र शास्त्र है जो हमें अभी तक यहाँ तक लाया है। അതുകൊണ്ട് പറയാം, രാവിലെ കർത്താവേ തിരുവചനത്തിനായി സ്തോത്രം इसलिए ചെയ്യുന്നു. आज की सुबह कहें कि प्रभु ये पवित्र शास्त्र के लिए धन्यवाद। ആമേൻ. നാം വായിക്കുന്നു, പത്രോസിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. हम यहाँ पे पत्रस के बारे में पढ़ते हैं। പത്രോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് നമ്മൾ പറയാറുണ്ട്, തള്ളി പറഞ്ഞ പത്രോസ്, ദൂരം വിട്ട് എന്നെ ഗമിച്ച പത്രോസ്, അതുപോലെ പടകും വലയുമായെല്ലാം പോയ പത്രോസ്, അങ്ങനെ ഒരുപാട്
ആ, കാര്യങ്ങൾ പത്രോസിന്റെ വീഴ്ചകൾ എന്ന് പറയുവാനാണ് പലർക്കും താല്പര്യമുള്ളത്. पतरस के बारे में हम जब बात करते हैं तो मुझसे ज्यादा उसके पतरस के जब पतरस गिर गया था आत्मिक तौर से, हम उसको इनकार किया हुआ पतरस के नाम से कहते हैं, मछली पकड़ने वाले पतरस के नाम से कहते हैं, अलग अलग नाम से हम पतरस को जानते हैं। എന്നാൽ വളരെ ആഴത്തിൽ നാം പത്രോസിന്റെ ജീവിതത്തിന്റെ വിജയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ लेकिन हम जब गहराई से हम पतरस के जीवन के विजय के बारे में अगर हम पढ़ेंगे तो പത്രോസ് പൂർണ്ണമായി വിജയം പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു. जो पतरस जो है पूरी तरह से विजयी प्राप्त एक व्यक्ति है पतरस। ആ കർത്താവിന്റെ ശിഷ്യന്മാരിൽ പ്രാധാന്യമേറിയ ഏറ്റവും പ്രയോജനപ്പെട്ട അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ശക്തമായ നിലകൊണ്ട അഭിഷിക്തന്മാരിൽ പ്രധാനികൾ ഒരുവനായിരുന്നു പത്രോസ്. अगर पतरस की बात करें तो जो यीशु मसीह के जो चेले थे, शिष्य थे, उन सब में सबसे एक ऐसा एक चेला था जो परमेश्वर की सेवा के लिए बहुत ही उपयोगी था, सबसे श्रेष्ठ था। അതുകൊണ്ടാണ് ദൈവ ചരിത്രത്തിന്റെ ഭാഗമായ അപ്പോസ്തലരുടെ പുസ്തകത്തിൽ ആദ്യത്തെ ഏകദേശം 12ഓളം അധ്യായങ്ങൾ പത്രോസ് ചെയ്ത കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. इसलिए पवित्र शास्त्र में शुरुआती जो 12 जो अध्याय हैं प्रेरितों के काम में, वो सब पतरस के बारे में ही लिखी गई हैं। ആമേ പത്രോസ് ചെയ്ത കാര്യങ്ങളുടെ വിവരണമാണ് ആദ്യത്തെ 12 അധ്യായങ്ങൾ. इस किताब की शुरुआती 12 जो अध्याय हैं, इन सब में पतरस के बारे में लिखा हुआ है। നാം അറിയാം കർത്താവ് വളരെ സ്നേഹിച്ച ആ മൂവരിൽ പ്രധാനിയായിരുന്ന ദൈവ അധികാരവും ശക്തിയും നേരിട്ട് കൈമാറിയ പത്രോസ് ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു. इसलिए हम पढ़ते हैं जिन जिन लोगों ने जो परमेश्वर के चेले थे, उन सब में सबसे ज्यादा सामर्थी चेलों में से एक था पतरस। പത്രോസ് കുറിച്ച് വായിക്കുമ്പോൾ പത്രോസ് ദൈവത്തിന്റെ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത जब വ്യക്തിയായിരുന്നു. हम पतरस के बारे में पढ़ते हैं तो ये बात हमें पता चलती है कि जो पतरस है वो पवित्र शास्त्र को पहला स्थान देने वाला എല്ലാവരും व्यक्ति है। വളരെ ശ്രദ്ധയോടെ ഈ ശബ്ദം കേൾക്കുന്ന ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. सभी जन ध्यान से सुन रहे हैं, इसलिए परमेश्वर धन्यवाद करें। ആമേ പത്രോസും തിരുവചനവും തമ്മിൽ നാം വളരെ ബന്ധമുള്ള ആഴത്തുള്ള ബന്ധം നമുക്ക് കാണാം. ബന്ധം पतरस और पवित्र शास्त्र जो परमेश्वर का वचन है, इसके बीच में गहरा संबंध है। അപ്പോൾ നമ്മൾ ചിന്തിച്ചു വരുന്നത് പത്രോസിന്റെ ഉയർച്ചകളുടെ പുറകിൽ തിരുവചനവുമായുള്ള ആഴത്തുള്ള ബന്ധമായിരുന്നു പ്രാധാന്യം അറിയുന്ന വിഷയം. तो ये बात हमें ये समझनी है कि जो पतरस की जो एक अच्छा समय था, उसके पीछे ये परमेश्वर के वचन ही कारण था। ആമേ പത്രോസിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനവുമായി ആഴത്തിലുള്ള ബന്ധം ഉള്ള വ്യക്തിയായിരുന്നു. पतरस में और परमेश्वर के वचन में गहरा रिश्ता, एक गहरा संबंध था। നമുക്കറിയാം ഒരു പ്രാവശ്യം കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരിങ്ങനെ ചിതറിപ്പോവുകയായിരുന്നു, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. हमें पता है जब चेले एक साथ बैठे थे, तब वो सब कह रहे, भीड़ जब जा रही थी तो वो कह रहे थे कि तुम भी जा सकते हो इनके साथ। എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പത്രോസിന്റെ പെട്ടെന്നുള്ള മറുപടി നമുക്കറിയാം, കർത്താവേ നിത്യജീവന്റെ മൊഴികൾ നിന്റെ മക്കൾ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? सभी चेले एक दूसरे को देख रहे थे, तब यहाँ पे पतरस ऐसा कहता है कि हे प्रभु, अनंत जीवन की बातें तो तेरे ही पास है। നിത്യജീവന്റെ മൊഴികൾ, ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളുള്ള ആമേ നിന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾ എവിടേക്ക് ഓടിപ്പോകും? अनंत जीवन की बातें तो प्रभु आपके पास है, वचन आपके पास है, हम आपको छोड़ के कहाँ जाए? അപ്പോൾ കർത്താവിന്റെ വചനവുമായി ആഴത്തിൽ ബന്ധമുണ്ടായിരുന്ന पतरस जो था उसका और परमेश्वर के वचन के बीच एक गहरा संबंध था। ഇവിടെ കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിനെല്ലാം ശേഷം ശിഷ്യന്മാർ ഒരുമിച്ച് മാളിക മുറിയിൽ കൂടിയിരിക്കുമ്പോൾ जब ये प्रभु यीशु मसीह के जो पुनरुत्थान जो मृत्यु का समय था, उसके बाद सभी चेले जब एक कोठरी में बंद थे, प्रार्थना कर रहे थे, നാം വായിക്കുന്നു അവിടെ എല്ലാ പത്രോസ് വചനവുമായി നിൽക്കുകയാണ്. वहां हम सब देखते हैं पतरस वचन के साथ खड़ा है। ആമേൻ. ഈ വാക്യത്തേക്ക് വരുമ്പോൾ ഇവിടെ നാം വായിക്കുന്നു, ആമേൻ, ശിഷ്യന്മാർ യേശു സ്വർഗാരോഹണം ചെയ്യുന്നു, അതിനുശേഷം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി വരുന്ന സമയമാണ് ഈ 1-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം. जो पहला जो अध्याय है, यहाँ पे हम यीशु मसीह के स्वर्गारोहण के बारे में पढ़ते हैं। स्वर्गारोहण के बाद चेलों का इकट्ठा होने के बारे में ये 16वें आयत में पढ़ते हैं। ഇപ്പോൾ യേശു ശാരീരികമായിട്ട് കൂടെ ഇല്ല. अभी इस समय जब हम ये आयत पढ़ रहे हैं, तब यीशु मसीह उनके बीच शारीरिक तौर से नहीं है। സ്വർഗാരോഹണത്തിന് ശേഷം 120 പേർ ഒരുമിച്ച് യെരൂശലേമിലെ മാളിക മുറിയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചു വരുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തല ഭാഗങ്ങൾ. स्वर्गारोहण के बाद 120 लोग एक कोठरी में बंद होकर प्रार्थना कर रहे हैं। ആമേൻ. അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. तब उसी समय पतरस खड़ा हो जाता है। നാം വായിക്കുന്നു, പത്രോസിന്റെ ആദരത്തിലൂടെ പുറത്തു വന്ന ശബ്ദമാണ് 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. तो जो पतरस के मुख से जो वचन निकला है, हम यही 16वें आयत में पढ़ते हैं। പലപ്പോഴും ജീവിതത്തിന്റെ പല പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വേദപുസ്തകത്തിന്റെ
അല്ലെങ്കിൽ തിരുവഴുത്തിന്റെ വചനങ്ങളാണല്ലോ നമ്മളെല്ലാം ഉറപ്പിച്ചു നിർത്തിയത്. जब हम लोग गिरते हैं आत्मिक तौर से, तो ये वचन ही है जो हमें सामर्थ्य देता है। കർത്താവ് നിൽക്കുവാൻ സാധ്യമല്ല, ഞാൻ ബലഹീനനായിരിക്കുന്നു, ഒരുപാട് ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ജീവിതത്തിലെല്ലാം ഉണ്ടെന്നോർത്ത് നാം ഇങ്ങനെ കരയുമ്പോൾ, വാതിലെല്ലാം അടച്ചിരിക്കുമ്പോൾ, രാത്രിയിലും ഏകാന്തതകളിലുമെല്ലാം ദൈവിക ശബ്ദം കേട്ടവരാണ് നമ്മിൽ പലരും. प्रभु मैं ये काम नहीं कर सकता, मेरे में बल नहीं है, हम सब जब निराश होकर एक कमरे में अपने आप को बंद कर देते, तो ये वचन ही है जो हमें सामर्थ्य और बल देता है। ആരും കൂടെയില്ലാതെ ഞാൻ ഏകനായോ എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമാണ് നമ്മെ നിർത്തിയത്. कोई मेरे साथ नहीं है, क्या मैं अकेला हूँ, तो ये वचन ही है जो हमें बल देता है। യെരൂശലേമിൽ മുഴുലോകവും ശിഷ്യന്മാരെ ഉറ്റുനോക്കുന്നു മാളിക മുറിയിലെ. കാരണം നാഥനില്ലാത്ത അനാഥരെ പോലെ റൂമടച്ച് റൂമിനകത്ത് ഇരുന്ന് വിലപിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ലോകം കണ്ടപ്പോൾ അതിന്റെ നടുവിൽ തിരുവഴുത്തിന്റെ ശക്തിയുമായി നിൽക്കുന്ന പത്രോസിനെയാണ് നാം ഇവിടെ കാണുന്നത്. चारों तरफ शत्रु घेरे थे यरूशलेम में चेलों को, तो चेले जो थे कोठरी में बंद थे। तो हम यहाँ पे पढ़ते हैं पतरस जो था बड़े ही दृढ़ता के साथ वो खड़े होकर वो परमेश्वर के वचन से बात करता है। ഈ വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് ലോകത്തിന് വലിയ അറിവില്ല. ये वचन के शक्ति के बारे में संसार को नहीं पता। അവരുടെ വിചാരം നമ്മളെല്ലാം വളരെ പേടിച്ച് ഭയപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലാതെ വളരെ ഒതുങ്ങിക്കൂടുകയെന്ന്. संसार को ये लगता है कि हम बड़े ही भय के साथ जीवन व्यतीत करने वालों में से। എന്നാൽ നമുക്കറിയാം ഈ ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ധൈര്യവും ബലവും തരുന്നത്. हम एक बात जानते हैं कि परमेश्वर के वचन ही है जो हमें दृढ़ और बल देता है। പത്രോസിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചോ? പറയുകയാണ് തിരുവഴുത്തിന് നിവൃത്തി വരണം. हम यहाँ पतरस के जब शब्दों को पढ़ते हैं तो इस प्रकार लिखा है कि पवित्र शास्त्र का लेख पूरा हो। തിരുവഴുത്ത് നിവൃത്തിയായി, पवित्र शास्त्र का लेख पूरा हो गया, തിരുവഴുത്ത് നിവൃത്തിയാകുന്നു, वो परमेश्वर का पवित्र शास्त्र लागू हो रहा है, ഇനിയും തിരുവഴുത്ത് തന്നെ നിവൃത്തിയായിക്കൊണ്ടിരിക്കും. और पूरा होगा भी। വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഈ വാക്യത്തിൽ അല്പസമയം യാത്ര ചെയ്യാം. വളരെ ആഴത്തിലുള്ള ആത്മീയചിന്തകൾ പറഞ്ഞെടുക്കുന്ന ആത്മീയ വാക്യങ്ങളാണ് ഈ 16ാമത്തെ വാക്യം. ये 16वीं आयत बड़ी ही गहरी बात है। हम सब मिलकर प्रार्थना के साथ इन सभी वचनों को ध्यान से सुने। ദൈവത്തിന്റെ വചനവുമായി നിൽക്കുന്ന പത്രോസാണ് പ്രധാനിയായി മാറുന്നത്. जो परमेश्वर का वचन के साथ खड़ा हुआ पतरस है, यहाँ पे एक प्रधान पदवी में इस वक्त। നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിന്റെ വചനത്തിന് ഇറങ്ങിയവരാരും പുറകോട്ട് മാറി അല്ലെങ്കിൽ ഏറ്റവും പുറകിലായിട്ടില്ല. जिन जिन्होंने भी ये वचन परमेश्वर का वचन लिया है, वो पीछे नहीं आगे ही खड़े रहते हैं। വലിയ പാരമ്പര്യം പറയുന്ന കുടുംബങ്ങളിൽ നിന്ന് ഈ വചനവുമായി ഇറങ്ങിയവർ ഒരുപക്ഷെ അന്ന് അവര് പറഞ്ഞു, ഇവൻ തകർന്നു പോകും, ഇവൻ വീണു പോകും, ഇവനെ ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ ഈ വചനവുമായി നിന്നവരാണ് അല്പനാൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും മുൻപന്തിയിലേക്ക് വന്നത്. बड़े बड़े जो नामचीन घरानों में से जो लोग निकलकर परमेश्वर के वचन के लिए अकेले खड़े हुए थे, उन सबको लोग कह रहे थे कि ये कुछ नहीं होगा, इसका भविष्य चला गया है। लेकिन वही प्रभु के दास आगे बढ़कर इस वचन के सामर्थ्य के कारण ही आगे बढ़कर उभर के आए। ശ്രദ്ധിക്കുക, അപ്പോൾ വചനത്തിന് വേണ്ടി നിലനിൽക്കുന്നവർ, വചനത്തോട് ചേർന്ന് നിൽക്കുന്നവർ, വചനവുമായി അതെ ഇടകലർന്നു പോകുന്നവർ, വചനത്തോട് ചേർന്ന് ഒരുമിച്ച് നടക്കുന്നവർ എക്കാലത്തും മുമ്പിലായിരിക്കും എന്നുള്ള ആത്മചിന്തയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ ആത്മാവിൽ ചേർന്ന് ഒരുമിച്ച് പറയുന്നത്. ये वचन को पढ़ने वाले, इस वचन को अपने जीवन में लागू करने वाले, इस वचन को पूरी पहला स्थान देने वाले ही हमेशा हर वक्त सफल होकर आगे खड़े रहते हैं। എല്ലാം നഷ്ടപ്പെട്ടു കർത്താവും ക്രൂശിക്കപ്പെട്ട് കർത്താവും സ്വർഗത്തിലേക്ക് പോയി. ഞങ്ങളുടെ പടകും വലയും എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങളുടെ വീടും കുടുംബവും എല്ലാം പോയി. ഏകനായി ഞങ്ങൾ ഏകാന്തതയിൽ അല്ലെങ്കിൽ അനാഥരായെന്നെല്ലാം വിചാരിച്ച് ആ വചനവും ഉപേക്ഷിച്ച് മാറി നിന്നാൽ എല്ലാം നഷ്ടപ്പെട്ടവനായി ഒന്നുമില്ലാത്തവനെ മാറി ഈ ലോകത്തിലെ ഏറ്റവും പുറകിലാകും. പക്ഷേ മാനുഷിക നിലവിൽ ചിന്തിച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടവരെന്ന് തോന്നുമ്പോഴും വചനത്തിന് വേണ്ടി നിന്ന പത്രോസിനെയാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. यहाँ पे हम पढ़ते हैं पतरस के बारे में। पतरस एकमात्र ऐसा जन है जो बड़े ही दृढ़ता के साथ वो वचन, परमेश्वर का वचन लिए खड़ा है। परमेश्वर है नहीं शारीरिक तौर से, और परमेश्वर स्वर्गारोहण के चला गया अकेला। सब लोग एक अलगाव वहां पे महसूस कर रहे हैं, लेकिन पतरस है जो उभर कर वहां पे खड़ा हुआ है। വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. അപ്പോൾ പത്രോസിന് അറിയാം ഇന്നലകളിൽ വചനം എന്ത് ചെയ്തു? പൂർത്തീകരിക്കപ്പെടും അല്ലെങ്കിൽ പൂർണ്ണമായി നിവൃത്തിയായി. पतरस को एक बात को पता था कि बीते दिनों में पवित्र शास्त्र का वचन पूरा हुआ। ഇന്നും ദൈവത്തിന്റെ വചനമാണ് നിവൃത്തിയാകുന്നത്. आज भी पवित्र शास्त्र का लेख पूरा होगा। നാളെയും ഈ വചനം തന്നെ
നിവൃത്തിയാകൂ. आज भी ये लेख पूरा हो रहा है, कल भी पूरा होगा। ആമേൻ. ഈ വചനത്തിൽ ആഴത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വഴികളെ ഈ വചനത്തിന് വേണ്ടി നാം പൂർണ്ണമായി നമ്മുടെ ജീവനെ സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഈ വചനം നമ്മളെ ഉയർത്തുമെന്നുള്ള കാര്യമാണ് ഈ പത്രോസിലൂടെ നാം ഇന്ന് രാവിലെ ചിന്തിക്കുന്നത്. अगर इस वचन पे हम अपना पूरा भरोसा रखे, इस वचन को अपना पहला स्थान दे, तो ये वचन हमें पहले स्थान में उभर कर लाने में सामर्थ रखता है। പത്രോസിന് ശക്തമായിട്ട് അറിയാവുന്ന ഒരു ആത്മീയ ചിന്തയാണ് വചനം പൂർണ്ണമായി നിറവേറുന്നു. पतरस को एक बात बहुत बड़े ही दृढ़ता के साथ पता थी कि पवित्र शास्त्र का लेख पूरा हो रहा है। ഈ കഴിഞ്ഞ 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്ന പത്രോസിന് അറിയാം, ആമേൻ, കർത്താവിന്റെ വചനത്തിന്റെ ശ്രേഷ്ഠതയും ശക്തിയും. और 3.5 वर्ष यीशु मसीह के साथ जो सेवा किया, वो पतरस को पता है परमेश्वर के वचन की सामर्थ्य के बारे में। കർത്താവിന്റെ ജീവിതവും മരണവും പുനരുദ്ധാനവും എല്ലാം വചനത്തിന്റെ നിവൃത്തിയായാണ് നടന്നതെന്ന് പത്രോസിന് വ്യക്തമായിട്ട് അറിയാം. पतरस को ये बात पता थी कि यीशु मसीह का आना, यीशु मसीह का जन्म लेना, यीशु मसीह का सेवा करना, यीशु मसीह का मारा और स्वर्गारोहण करना, ये सब पवित्र शास्त्र में लिखा हुआ है। അപ്പോൾ ഇന്നലെ നടന്ന സംഭവങ്ങൾ ദൈവവചനത്തിന്റെ പൂർത്തീകരണമായിരുന്നെങ്കിൽ ഇന്നും ആ വചനം പൂർത്തീകരിക്കപ്പെടും, നാളെയും അത് തന്നെ സംഭവിക്കൂ എന്ന് പത്രോസിന് അറിയാം. पतरस को पता था कि बीते दिनों में पवित्र शास्त्र का लेख पूरा हुआ था, आज भी ये पूरा हो रहा है और ये कल भी पूरा होगा। ये बात पतरस को बहुत ही अच्छी तरह से मालूम थी। ദൈവദാസനെ, ദൈവദാസിയെ, ദൈവത്തിന്റെ പൈതലേ, ഇന്നലകളിൽ ദൈവത്തിന്റെ വചനം പൂർണ്ണമായെങ്കിൽ, നമ്മുടെ ജീവിതം നിവൃത്തിയായെങ്കിൽ ഇന്നും അത് നിവൃത്തിയാകും. ഹല്ലേലൂയ. നാളെയും അത് നിവൃത്തിയായിക്കൊണ്ടേയിരിക്കും. मेरे प्रियजनों में एक बात कहना चाहता हूँ, अगर बीते दिनों में पवित्र शास्त्र का लेख पूरा हुआ है तो आज भी पूरा होगा, कल भी पूरा होगा। അപ്പോൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇന്നലകളിൽ വചനം എന്റെ ജീവിതത്തിൽ നിവൃത്തിയായി, എന്റെ കണ്ണിന് മുമ്പിൽ നടന്നതെല്ലാം ദൈവത്തിന്റെ വചനത്തിന് നിവൃത്തീകരണമാണെന്ന് പത്രോസിനും നമുക്കും ബോധ്യം വന്നാൽ പിന്നെ ആമേൻ വചനത്തിന് വേണ്ടി പൂർണ്ണമായി നിലകൊള്ളണം. കാരണം ഈ വചനമാണ് നിറവേറുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്നും നാളെയും ഈ വചനം തന്നെ നിറവേറണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള പത്രോസ്. पतरस को हम यहाँ देखते हैं कि पतरस को और भी कई सारे रास्ते थे, लेकिन पतरस ने ये बात समझ गया था कि पवित्र शास्त्र का लेख पूरा होना आवश्यक है। യേശുവിന്റെ ജീവിതവും മരണവും പുനരുദ്ധാനവും അല്ലെങ്കിൽ ഇപ്പോൾ അവർ നിൽക്കുന്ന അന്തരീക്ഷങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണെന്ന് ബോധ്യമുണ്ടായിരുന്ന പത്രോസ് ഇപ്പോഴും പറയുന്നു, ദൈവത്തിന്റെ വചനം നിറവേറും. पतरस को एक बात पता थी कि यीशु मसीह का आना, प्रभु यीशु मसीह का जीना, उसका मरना और स्वर्गारोहण करना, ये सब पवित्र शास्त्र का लेख है, ये पूरा हो गया है, अभी और भी पूरा होना बाकी है। തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഇന്നലകൾ ദൈവത്തിന്റെ വചനം പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ, യേശുവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം നിവൃത്തിയായെങ്കിൽ, അവൻ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈ വചനം നിവൃത്തിയായെങ്കിൽ, ഹല്ലേലൂയ, എന്റെയും നമ്മുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ വചനം പൂർണ്ണമായി നിറവേറുമെന്ന് ഇന്ന് രാവിലെ ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് പറയാം. गवाह है कि जब यीशु मसीह के समय में अगर ये पवित्र शास्त्र का लेख पूरा हुआ है, तो चेलों के मध्य अगर ये पवित्र शास्त्र का लेख पूरा हुआ है, तो हमारे में और आज में, हम में और आप में भी ये पवित्र शास्त्र का लेख पूरा होगा। യേശുവിന്റെ നാമത്തിൽ രാവിലെ ആത്മാവിൽ പറയാമോ, ദൈവത്തിന്റെ വചനം പൂർണ്ണമായി നിറവേറുന്നു. कहें कि ये पवित्र शास्त्र का लेख पूरा हो रहा है। ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തീകരണമല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. लेख के अलावा मेरे जीवन में और कुछ भी संभव नहीं होगा। ദൈവത്തിന്റെ ഹിതമല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. परमेश्वर की मर्जी के अलावा मेरे जीवन में कुछ नहीं होगा। പത്രോസ് പറയുന്നു, ഇന്നലകൾ നടന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണെങ്കിൽ ഇന്നും അത് തന്നെ സംഭവിക്കും. अगर बीते दिनों में वो लेख पूरा हुआ है तो आज भी और कल भी पूरा होगा। യേശുവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ, പത്രോസിന്റെ ജീവിതത്തിൽ ഈ വചനം പൂർത്തീകരിക്കപ്പെടും. अगर यीशु मसीह के जीवन में ये पवित्र शास्त्र का लेख काम किया है, अगर लेख पूरा हुआ है, तो मेरे और आपके जीवन में भी ये लेख पूरा होगा। ഈ 120 പേർ ഒരുമിച്ച് കൂടിയിരിക്കുന്നതും ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കിയ പത്രോസ് പറയുന്നു, അതെ, യൂദ ആമേൻ യേശുവിനെ ഒറ്റിക്കൊടുത്തത് ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തീകരണമായിരുന്നു. 120 लोगों के मध्य में खड़े होकर पतरस कहता है कि जो यहूदा था, उसने जो धोखा दिया था यीशु मसीह को, ये भी पवित्र शास्त्र का एक लेख है, पूरा हुआ। അതുകൊണ്ട് ആ യൂദയ്ക്ക് പകരക്കാരനായി നാം ഒരുവനെ തിരഞ്ഞെടുക്കണം. അതും ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തീകരണത്തിന്റെ ഭാഗമാണ്. तो अब यहूदा की जगह में हमें किसी और को, एक और जन को वहां पे रखना है, ये भी पवित्र शास्त्र का लेख है, इसे पूरा करना है। ഈ 16ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ പത്രോസ് അതിനുവേണ്ടി വചനവുമായി മുമ്പിൽ നിൽക്കുകയാണ്. यहाँ पे हम पढ़ते हैं 16वें आयत के नीचे जब हम पढ़ते हैं, तो इस बात को लेकर पतरस बड़ी दृढ़ता के साथ परमेश्वर के वचन को लिए खड़ा है। വളരെ ശ്രദ്ധിച്ച് രാവിലെ സന്ദേശം കേൾക്കണമേ. യെരുശലേമിലെ സഭയുടെ
മുമ്പിൽ അധ്യക്ഷനായി കയ്യിൽ തിരുവെഴുത്തുമായി നിൽക്കുന്ന പത്രോസിന്റെ ചിത്രമാണ് 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്. बड़े ध्यान से ही भयपूर्वक सुने कि जो पतरस यहाँ पे हम देखते हैं वो परमेश्वर का वचन लिए हुए उन सबके बीच में खड़ा हुआ है। യെരുശലേമിലെ ഭയപ്പെട്ട് നിൽക്കുന്ന സഭയുടെ മുമ്പിൽ കയ്യിൽ തിരുവചനമേ നിൽക്കുന്ന വിശുദ്ധ പത്രോസ്. यरूशलेम की जो कलीसिया है वो सब भय में जी रहे थे, भय में वहां रह रहे थे, उन सबके बीच में बड़े दृढ़ता के साथ परमेश्वर के वचन को लिए हुए खड़ा हुआ पतरस। ആമേൻ. ദൈവസഭ ഭയപ്പെട്ടിരിക്കുന്നു. നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ എന്താകും, എങ്ങനെ സംഭവിക്കും, നാം എവിടേക്ക് പോകും എന്നുള്ള ഭയം അലട്ടി ജനം വല്ലാത്തൊരു സ്ഥിതിയിലായിരിക്കുമ്പോൾ ഇതാ മുമ്പിൽ നിൽക്കുന്ന അധ്യക്ഷന്റെ കരങ്ങളിൽ തിരുവെഴുത്ത്. താൻ പറയുന്നു, തിരുവെഴുത്ത് നിറവേറുന്നു. कलीसिया डरी हुई है, कल क्या होगा और आज क्या होगा, इस बात का उनको कुछ भी समझ नहीं था, लेकिन पतरस एक प्रधान के तौर पे, एक अध्यक्ष के तौर पे वहां खड़े होकर परमेश्वर के वचन को लिए खड़ा। ദൈവസഭയുടെ അഭിഷിക്തന്മാരെ, പ്രതികൂലങ്ങൾ ദൈവസഭയ്ക്ക് വിരോധമായി കടന്നു വരുമ്പോൾ ദൈവസഭയുടെ മുമ്പിൽ കർത്താവിന്റെ തിരുവചനവുമായ ഒരു യോദ്ധാവിനെ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. तो मैं बात करना चाहता हूँ, भले ही कलीसिया में अगर हमारे बीच में भय की अगर कुछ भी परिस्थिति आती है तो हम एक बात जान ले, पवित्र शास्त्र का लेख अगर हम खड़े होकर एक योद्धा की तरह खड़े होंगे तो परमेश्वर हमारे साथ रहे। കുടുംബ ബന്ധങ്ങളിൽ, കുടുംബത്തിന്റെ അകത്ത് പ്രശ്നങ്ങൾ ഏറുമ്പോൾ, വല്ലാത്ത രീതിയിൽ പടക് മുങ്ങുമ്പോഴെല്ലാം നമുക്ക് ആത്മാവിൽ പറയാം, കർത്താവിന്റെ തിരുവെഴുത്തുമായി കുടുംബത്തിലെ കുടുംബനാഥന്മാർ, കുടുംബത്തിലെ പ്രധാനപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ വചനവുമായി മുമ്പോട്ട് വരട്ടെ. जो परिवार के मध्य में जो समस्याएं होती है, जब नाव इधर उधर डूबती है, तो ये पवित्र शास्त्र जो है वो हमको एक सामर्थ्य देने में कार्यरत है। യെരുശലേമിലെ സഭയുടെ മുമ്പിൽ തിരുവെഴുത്തുമായി നിൽക്കുന്ന വിശുദ്ധ പത്രോസ്, यरूशलेम की कलीसिया के बीच में एक परमेश्वर के वचन को लिए खड़ा हुआ पतरस। ഇന്ന് രാവിലെ ആത്മാവിൽ സന്ദേശം ശ്രമിക്കണമേ. ആമേൻ. വിശുദ്ധ പത്രോസിന്റെ കരങ്ങളിൽ തിരുവെഴുത്തുമായി താൻ പറയുന്നു, ഈ നടന്നതും നടക്കുന്നതും നടക്കുവാൻ പോകുന്നെല്ലാം തിരുവെഴുത്തിന് നിവർത്തീകരണമാണ്. बड़े ही दृढ़ता के साथ कहता है, जो बीते दिनों में हुआ और जो आज हो रहा है, जो कल होगा, ये सब पवित्र शास्त्र का लेख है, पूरा होना आवश्यक है। ഇതൊന്നും യാദൃച്ഛികമായി സംഭവിച്ചതോ അല്ലെങ്കിൽ പിശാചിന്റെ പദ്ധതിയോ അല്ല. ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമെന്നാണെന്നാണ് പത്രോസിന്റെ വാക്കുകളുടെ അർത്ഥം. ये सब इत्तेफाक से नहीं हो गया है, ये सब शैतान, ये इत्तेफाक से हो गया है, ये शैतान का एक चाल है, ये सोच पतरस में नहीं था। താൻ പറയുന്നു, ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണ്. पतरस का ये कहना है कि जो भी था ये परमेश्वर का लेख है, परमेश्वर के पवित्र शास्त्र में लिखा हुआ है, पूरा होना है। ദൈവത്തിന്റെ പൈതൽ, ദേവദാസനെ, യെരുശലേമിലെ ആദ്യ സഭയുടെ അധ്യക്ഷന്റെ കരങ്ങളിൽ തിരുവെഴുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. प्रियो, मैं एक बात कहना चाहता हूँ, जो शताब्दी, पहली शताब्दी जो कलीसिया थी, उसके जो अध्यक्ष के हाथ में ये परमेश्वर का वचन था। പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച ദൈവത്തിന്റെ വചനവുമായിട്ടാണ്. ये जो समस्याओं का सामना भी परमेश्वर के वचन को लिए ही किया है। ദൈവസഭയിൽ മറ്റനേക അപ്പോസ്തലന്മാരുണ്ടായിരുന്നവർ സ്വന്തം ബുദ്ധിയാൽ ദൈവസഭയെ നയിക്കാതെ കർത്താവിന്റെ വചനവും ഏന്തി മുമ്പിൽ നടക്കുന്ന പത്രോസിനെയാണ് ദൈവസഭയുടെ പ്രധാനിയായിട്ട് നാം കാണുന്നത്. और भी वहां पे जन थे जो सामर्थ्य थे, लेकिन वो परमेश्वर के वचन के बजाय खुद की शारीरिक बुद्धि का इस्तेमाल करते थे, लेकिन पतरस जो था परमेश्वर के वचन को पहला स्थान देता था, इसलिए वहां पे अध्यक्ष के तौर पे हम देखते हैं। നാം വായിച്ച വാക്യം ഇങ്ങനെയാണല്ലോ. हम वहां पे आयत को इस प्रकार पढ़ रहे थे। വായിച്ചു 16-ാമത്തെ വാക്യം, 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, ബുക്ക് ഓഫ് ആക്ട്സ്. സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തിയാകുവാൻ ആവശ്യമായി തീർന്നു. അപ്പോൾ അവൻ प्रेरितों का काम उसका पहला अध्याय 16वें आयत में इस प्रकार पढ़ रहे थे, हे भाइयों, अवश्य था कि पवित्र शास्त्र का वो लेख पूरा हो जो पवित्र आत्मा ने दाऊद के मुख से यहूदा के विषय में कहा था, जो यीशु के पकड़ने वालों का अगुवा था, पहले से कहा था। നാം ശ്രദ്ധിക്കുക. അപ്പോൾ ശിഷ്യന്മാരുടെ മാനസിക സ്ഥിതിയെ അല്പം നാം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, अगर इस समय अगर हम जो चेले हैं उन सबकी मानसिकता को अगर हम समझेंगे तो വല്ലാത്തൊരു മാനസിക സ്ഥിതിയിൽ അവരായിരിക്കുന്നു. वो बड़े ही गहरी और बड़े ही पूरी मानसिकता के बीच में है। മനസ്സിലായോ? കാരണം അവരുടെ ഗുരുവായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട കർത്താവ് ഇന്ന് അവരുടെ കൂടെ ഇല്ല. इसका एक ही कारण है कि जो उनका गुरु है यीशु मसीह, वो उनके मध्य में है नहीं। ഇന്നലകളിൽ കർത്താവ് അനുഭവിച്ച പീഡകളുടെ വലിയ ചിത്രങ്ങൾ അവരുടെ മനസ്സിലൂടെ ഓടി വന്നുകൊണ്ടിരിക്കുക. इन दिनों में जो यीशु मसीह के साथ जो सताव हुआ था, दर्द हुआ था, वो उनके दिमाग में, मन में घूम रहा था। മുഴു ലോകത്തിൽ നിന്നും മാറി ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ അവർ കുടുങ്ങിയതുപോലെ ലോകം മുഴുവൻ അവരെ ശത്രുക്കളായി കണ്ട് അവർ ഒരു ചെറിയ റൂമിൽ ഒതുങ്ങി നിൽക്കുന്നു. पूरी दुनिया से, संसार से अलग होकर एक कोठरी में खुद को बंद कर एक साथ वो लोग बैठे हुए हैं। യെരൂശലേമിലും ചുറ്റുവട്ടങ്ങളിലും
രാജാക്കന്മാരെ പോലെ നടന്നിരുന്നവർ ഇപ്പോൾ ഭയം കൊണ്ട് ചെറിയ റൂമിൽ ഒതുങ്ങി നിൽക്കുന്നു. जो यरूशलेम में बीते दिनों में बड़े ही उच्च स्थान में बड़े ही इज्जत मतलब बड़े ही उच्च स्थान में रहकर जीवन व्यतीत कर रहे थे, वो आज एक कोठरी में बंद है। കൂടാതെ അവർ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ നടന്നിരുന്ന യൂദായുടെ മരണവും ആ ദുരന്ത മരണവും എല്ലാം അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ വളരെ വിങ്ങുന്ന ഓർമ്മകളാണ് और शिष्यന്മാർക്കുള്ളത്. उनके साथ का सहभागी यहूदा इस्करियोती जो था, उसका जो मृत्यु है, बहुत ही दुखद मृत्यु उनके मनो दिमाग में चल रही है। ആമേൻ. കൂടാതെ യഹൂദ മതനേതാക്കന്മാരുടെ ഭീഷണികൾ മറുഭാഗത്ത്, ऊपर से यहूदी मत के जो नेता थे, जो अगुवे थे, उन सब की धमकियां, उन सब का जो सताव उनके मन में था। റോമൻ അധികാരികളുടെ ആക്രോശങ്ങൾ മറുഭാഗത്ത്, जो रोमी अधिकारी थे, उन सब का जो पीड़ा था, वो जो दे रहे थे, वो एक अलग बात थी। എല്ലാം ഏത് വശത്ത് നോക്കിയാലും ഒരുപാട് ഞെരുക്കുന്ന ചിന്തകളും മാനസിക സംഘർഷങ്ങളുമുള്ള നിമിഷങ്ങളായിരുന്നു ആ യെരുശലേമിലെ 120 പേരുടെ സഭ കൂടി വന്ന ആദ്യ ദിനങ്ങൾ. 120 लोग जो एक कोठरी में बंद थे, उन सब के चारों तरफ काफी सारी ऐसी चीजें थी जो उन पर दबाव डाल रही थी, उन्हें सता रही थी, और ये सब चीजें उनकी मानसिकता को प्रभाव कर रही थी। പലപ്പോഴും നാം എല്ലാം പറയും വല്ലാത്ത മാനസിക സംഘർഷമായതുകൊണ്ട് വേദപുസ്തകം വായിക്കാനുള്ള മനസ്സ് വരുന്നില്ല. कई लोग ऐसा कहते हैं कि मानसिकता नहीं है, पढ़ने का मन नहीं है, इसलिए मैं परमेश्वर का वचन नहीं पढ़ा। കാരണം ഒരുപാട് പ്രശ്നങ്ങളാ, എണ്ണിയാൽ തീരാത്ത ഒരുപാട് പ്രശ്നങ്ങളെ ഞെരുക്കുമ്പോൾ ഒന്നിനും മനസ്സ് വരാത്ത നിമിഷങ്ങൾ. लेकिन ऐसा स्वाभाविक है, जब चारों तरफ से समस्याएं आती हैं तो कुछ भी करने का मन नहीं करता। അവൻ ഇപ്രകാരം 4 വട്ടങ്ങളിൽ നിന്നും ഞെരുക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പത്രോസിനെയും ശിഷ്യന്മാരെയും വെല്ലുവിളിച്ചപ്പോൾ അതിന് നടുവിൽ തിരുവെഴുത്തുമായി പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്ന പത്രോസിനെയാണ് 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. पतरस को हम यहाँ देखते हैं, जब चारों तरफ पतरस और चेलों के बीच में जब चारों तरफ जो परेशानियां थी, समस्याएं थी, तूफान थी, उन सब के मध्य में भी, ऐसी मानसिकता के मध्य में भी वो परमेश्वर के वचन को लिए खड़े थे। യേശു കൂടെയില്ല, യൂദ കൂടെയില്ല, ആമേ വിരോധികളായി നിന്ന് വെല്ലുവിളിക്കുന്ന യഹൂദന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും റോമൻ അധികാരികളും അതുപോലെ ഭയം കൊണ്ട് എല്ലാ രീതിയിലും മാനസികമായ സമ്മർദ്ദങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ അനാഥരായി നിൽക്കുമ്പോഴും പത്രോസ് പറയുന്നു, ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണ്. यीशु मसीह साथ में नहीं है, यहूदा इस्करियोती साथ में नहीं है, बल्कि उसके बजाय रोमी अधिकारी और जो यहूदी मत के जो अगुवे थे, वो सब उन पे सताव कर रहे थे, दबाव कर रहे थे। इनके मध्य ये मानसिकता के बीच में भी वो परमेश्वर के वचन को लिए खड़े थे। അപ്പോൾ ഈ മാനസിക പരിസ്ഥിതിയിൽ പത്രോസ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പരിശോധിക്കുകയായിരുന്നു. तो ये इस मानसिकता के मध्य में भी पतरस ये परमेश्वर का वचन को लिए खड़ा था। ആമേ പത്രോസ് ഇങ്ങനെ ദൈവത്തിന്റെ വചനം ആമേ ഇങ്ങനെ പഠിച്ച് വന്നപ്പോൾ പെട്ടെന്ന് കണ്ടു ദാവീദ് പറയുന്നു, ആമേ യൂദയുടെ സ്ഥാനം മറ്റൊരു വ്യക്തി കൊടുക്കണം. तो जब ये वचन को ये पतरस पढ़ते जब आ रहा था, तब उसने दाऊद के वचन को देखा था कि यहूदा इस्करियोती की जगह में किसी और को लेना आवश्यक है। ആമേ കൂട്ടു സഹോദരൻ നഷ്ടപ്പെട്ടു പോയി, എല്ലാം ശരിയാ, എന്നാൽ വളരെ പ്രാർത്ഥനയോടെ ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഭാഗം കാണുന്നു, ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണ് സംഭവിച്ചത്. मेरे साथी सहभागी जो जिसका छोड़ के गया है, धोखा दिया हुआ है, यहूदा इस्करियोती है, उसको सोचकर पतरस कहता है कि ये पवित्र शास्त्र का लेख है, पूरा हो गया। ഒരുപാട് കാര്യങ്ങൾ ആമേ പൂർത്തീകരിപ്പാൻ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഇനിയും ആമേ ആളുകളുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ യൂദയ്ക്ക് പകരക്കാരൻ വേണം. ഈ വിഷയങ്ങളെല്ലാം പരിഹരിപ്പാൻ വേണ്ടി ആമേ പത്രോസ് പറയുന്നതാണ്, കണ്ടോ ആമേൻ, ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണ് സംഭവിക്കുന്നത്. की जगह में एक दूसरे जन को वहां पे लेना आवश्यक है, और भी उनको जनों को आवश्यक है। वो यहूदा को जाने को वो पवित्र शास्त्र का लेकर पूरा होना कहने वाले एक पत्रोस को यहाँ देखते हैं। ശ്രദ്ധിക്കുക, പത്രോസിന്റെ സ്ഥാനത്ത് ഞാനോ നാമോ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ഈ വിഷയം പരിഹരിച്ചത്? अगर हम पतरस की जगह पे होते तो हम क्या करते? ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാം. ഈ പത്രോസിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, നാം ആയിരുന്നെങ്കിൽ ഈ വിഷയം എങ്ങനെ പരിഹരിച്ചേനെ? अगर हम पतरस की जगह होते तो हम ये समस्या को, ये परिस्थिति को कैसे हम लोग संभालते? ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। അപ്പോൾ യെരൂശലേം സഭയുടെ മുമ്പിൽ നിൽക്കുന്ന സഭാധ്യക്ഷനായിരുന്ന ആമേ പത്രോസിന്റെ കരങ്ങളിൽ ഈ പ്രതിസന്ധി സമയത്തും കർത്താവിന്റെ തിരുവചനമാണ് താൻ പറയുന്നു, ഇതെല്ലാം തിരുവെഴുത്തിന്റെ നിറവേറലാണ്. कलीसिया के मध्य में खड़े होकर पतरस एक बात को कहता है कि जितनी बातें हुई है, इसे पवित्र शास्त्र का लेख है, पूरी हो चुकी है। ആമേ പത്രോസ് പറയും, ദൈവത്തിന്റെ വചനമാണ് എല്ലാത്തിനും പരിഹാരമുള്ളത്. ये जो पतरस कहता है कि परमेश्वर का वचन ही सभी चीजों की ആമേ കർത്താവിന്റെ വചനം തുറന്ന് പത്രോസ് കാര്യങ്ങളെ ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. परमेश्वर के वचन को खोलकर पतरस इन सब बातों को अब चेलों को बताता है। പ്രശ്നങ്ങളുടെ മധ്യേ
ദൈവത്തിന്റെ വചനത്തിലൂടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണോ ഞാനും നാമും? क्या हम और आप समस्याओं के बीच में परमेश्वर के वचन के ऊपर भरोसा करके उसका समाधान ढूंढते हैं? ഈ വേദപുസ്തകം വായിച്ചപ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസിന്റെ പറയുന്ന വാക്കുകളുണ്ട്. പത്രോസാണ് നമ്മുടെ വിഷയം. പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 24-25 വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ പറയുന്നൊരു വാക്യമാണ് ഞാൻ വായിക്കുന്നു. पत्रस के बारे में जब हम पढ़ रहे हैं तो पहला पत्रस उसका पहले अध्याय में हम लोग आएंगे। पहला पत्रस पहला अध्याय का 24-25 और पहला पत्रस उसका पहला अध्याय उसकी 24वीं और 25वीं आयत को हम पढ़ते हैं। 1-ാം അധ്യായം 24 1 പത്രോസ് 1:24-25 വാക്യങ്ങളാണ് വായിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ വിതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. हर एक प्राणी घास के समान है और उसकी सारी शोभा घास के फूल के समान है। घास सूख जाती है और फूल झड़ जाता है, परंतु परमेश्वर का वचन युगानुयुग स्थिर रहता है। और यही सुसमाचार का वचन है जो तुम्हें सुनाया गया था। അതിന് മുകളിലെ വാക്യം വായിക്കും. 23-ാമത്തെ വാക്യം, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. हम उसके 23वीं आयत को पढ़ते हैं, क्योंकि तुमने नाशवान नहीं पर अविनाशी बीज से परमेश्वर के जीवित और सदा ठहरने वाले वचन के द्वारा नया जन्म पाया है। അപ്പോൾ പത്രോസ് വചനവുമായുള്ള പത്രോസിന്റെ ബന്ധവും പത്രോസ് നമ്മുടെ ജീവിതത്തെ വചനവുമായി എങ്ങനെ താരതമ്യപ്പെടുന്നു, ഇതെല്ലാം ഈ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ വചനവുമായുള്ള പത്രോസിന്റെ ആഴത്തിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. वचन में और पत्रस के बीच में गहरा रिश्ते को हम इस आयत में पढ़ते हैं। ശ്രദ്ധിക്കുക ദൈവത്തിന്റെ പൈതലേ, യെരൂശലേം സഭ പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ പ്രശ്നപരിഹാരം എങ്ങനെ ഉണ്ടാകണം, കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഈ വിടവ് നികത്തണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകണം എന്ന് ശിഷ്യന്മാരെല്ലാം 120 പേരിൽ ബാക്കിയുള്ള എല്ലാവരും വലിയ വിഷയമായി പ്രയാസവുമായി നിൽക്കുമ്പോൾ പത്രോസിന്റെ കരങ്ങളിൽ തിരുവെഴുത്തുമായി പറയുന്നു, പരിഹാരം ഈ പുസ്തകത്തിലുണ്ട്. क्या क्या करेंगे, परिस्थिति इतनी खराब है और कलीसिया बड़ी ही दबाव और सताव के बीच में है, लेकिन पत्रस बड़ी दृढ़ता के साथ कहता है कि परमेश्वर का वचन है, इसमें इस समस्या का समाधान है। എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു ചിന്തയിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരികയാണ്. मेरे को एक दूसरा एक चिंता, एक और विषय आपके मध्य में लाना चाहता हूँ। എനിക്ക് ആ വിഷയങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ഏത് രീതിയിൽ ആ വിഷയം ചിന്തിക്കുമല്ലോ. ये मैं सोच रहा हूँ कैसे आपको कहूँ। ഈ പത്രോസ് എന്നും ദൈവത്തിന്റെ വചനം ഇങ്ങനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ये जो पत्रस है हर समय परमेश्वर के वचन को पढ़ने वालों में से एक है। നമുക്കറിയാം കർത്താവിന്റെ ക്രൂശീകരണം, മരണം, പുനരുദ്ധാനം, ഇപ്പോൾ ശിഷ്യന്മാരിങ്ങനെ ഏകരായിരിക്കുന്നു, ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണെന്ന് പത്രോസ് മനസ്സിലായി. पतरस को एक बात पता थी कि यीशु मसीह का मारा जाना और स्वर्गारोहण और चेलों का अकेला होना, ये सब परमेश्वर के वचन में लिखा हुआ है, पूरा हो गया। അപ്പോൾ ഇന്നലകളിൽ നടന്നെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണ്. ദൈവത്തിന്റെ വചനമാണ് എന്നിൽ, എന്റെ ജീവിതത്തിൽ, നമ്മിൽ നടന്നതെന്ന് പത്രോസിന് വ്യക്തമായി മനസ്സിലായി. पतरस को एक बात पता थी कि बीते दिनों में जो भी हमारे साथ हुआ था, ये परमेश्वर के वचन था, ये पूरा हो गया है। അപ്പോൾ ഇന്നലകളിൽ എന്റെ ജീവിതത്തിൽ നടന്നെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാരമാണ്, അല്ല വചനമാണ് എന്ന് നടത്തിയത്. അങ്ങനെ ആത്മബോധമുള്ള ഈ ജ്ഞാനമുള്ളവർക്ക് ഈ പ്രതികൂലത്തിലും പറയുവാൻ കഴിയും, ഹല്ലേലൂയ, ഇന്നും എന്നെ നടത്തുവാൻ പര്യാപ്തമായതും ദൈവത്തിന്റെ വചനമാണ്. बीते दिनों में परमेश्वर का वचन मेरे साथ था, तो आज भी वो परमेश्वर का वचन मेरे साथ है, ये बात को हमें समझना जरूरी है। പത്രോസിന്റെ വാക്കിന്റെ അർത്ഥം ഇതാണ്, ഇന്നലകളിൽ നടന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണെങ്കിൽ ഇന്നും അത് തന്നെ നടക്കൂ. अगर बीते दिनों में परमेश्वर का वचन पूरा हुआ, तो आज भी वो परमेश्वर का वचन पूरा होगा, ये बात पतरस कहता है। യേശുവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ പത്രോസിന് അറിയാം, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനം തന്നെ പൂർത്തീകരിക്കപ്പെടണം. अगर प्रभु यीशु मसीह के जीवन में अगर ये पवित्र शास्त्र का लेख पूरा हुआ है, तो उसी कलीसिया में भी ये परमेश्वर का लेख पूरा होगा। പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ വചനവും കരത്തിലേന്തി മുമ്പിൽ നടക്കുന്ന സഭാധ്യക്ഷന്മാർ, समस्याओं के मध्य में भी, कलीसिया के मध्य में, जब कलीसिया सताव में थी, उसके मध्य में भी परमेश्वर का वचन लिए खड़े हुए कुछ अभिषिक्त जनों को देखते हैं। നമുക്കറിയാം ആ കാലത്തിലെ
ആമേ പ്രധാനികളായിരുന്ന പല ആളുകൾ, രാജാക്കന്മാരും അതുപോലെ അധികാരികളെല്ലാം പ്രശ്നങ്ങളുടെ സമയത്ത് ബുദ്ധിമാന്മാരെ കൂട്ടി നിർത്തി, ആമേ എക്ലീസിയ എന്ന് പറയും, അവർ ബുദ്ധിമാന്മാരെ ഒരുമിച്ച് നിർത്തി പഠിപ്പിച്ചു വന്ന, അല്ലെങ്കിൽ അവരിൽ നിന്ന് ആമേ കാര്യങ്ങൾ ആരാഞ്ഞ് ദേശത്തെ നടത്തിയ ചരിത്രമാണ് ആ കാലത്തിൽ ഉണ്ടായിരുന്നത്. उस समय में ये वहाँ की प्रथा थी कि जो राजा जो थे वो बुद्धिमानों को अपने मध्य में रखते थे, अपने सामने रखते थे, ताकि वो राज्य अच्छे से कर पाए। കാരണം ഇവിടെയും ആമേ ദൈവസഭ ആമേ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാഗമായ ഒരു വലിയ ആത്മിക പ്രസ്ഥാനമായി മാറുവാൻ പോകുന്ന ദൈവസഭയുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രതിസന്ധിയെ ആ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ആമേ തീർക്കുവാൻ ശ്രമിക്കാതെ, ഹല്ലേലൂയ, കർത്താവിന്റെ ആമേ പ്രത്യേക ശ്രേഷ്ഠ ശിഷ്യനായിരുന്ന പത്രോസ് പറയുന്നു, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് വരാം, വചനത്തിന് വേണ്ടി നാം നമ്മെ തന്നെ വിധേയപ്പെടുത്താം. समस्या के मध्य में पतरस खड़े होकर कहता है कि परमेश्वर के वचन को हमें लेना जरूरी है, इसको एक प्राथमिकता देने की जरूरत है, पतरस कहता है। വേദോസം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, യൂദയ്ക്ക് പകരം നമുക്ക് മറ്റൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കണം. जब पवित्र शास्त्र में पढ़ रहा था तो मुझे पता चला कि यहूदा इस्करियोती की जगह एक दूसरे चेले को लेना जरूरी है। പല വിടവുകളും നികത്തുവാൻ നമുക്ക് ദൈവത്തെ വചനത്തെ ആശ്രയിക്കാമോ ഇന്ന് രാവിലെ? समस्याओं को हराने के लिए परमेश्वर के वचन पर आश्रय क्या हम लोग रख सकते हैं? വിഷയപരിഹാരത്തിന് ബുദ്ധിമാന്മാരെയല്ല, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്ന അഭിഷിക്തന്മാരെയാണ് ദൈവസഭയ്ക്ക് ആവശ്യം. समस्याओं के मध्य में बुद्धि पे नहीं बल्कि परमेश्वर के वचन में भरोसा करने वालों की आवश्यकता है कलीसिया में। കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ മുമ്പോട്ട് പോകാൻ കഴിയാതെ കാര്യങ്ങൾ ആമേ നടക്കുമോ, ഈ വിഷയം എങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് മാനസികമായി ഞെരുങ്ങുമ്പോൾ ആമേ കുടുംബനാഥന്മാർ, കുടുംബത്തിലെ പ്രിയപ്പെട്ട ആമേ അധ്യക്ഷന്മാർ ദൈവത്തിന്റെ വചനവുമായി മുമ്പിൽ നടപ്പാൻ ദൈവം സഹായിക്കട്ടെ. जो परिवार के बीच में जब तूफान आती है, समस्या आती है, क्या होगा, कैसे होगा, ये चीज कैसे आगे बढ़ेगी, तो जो परिवार के जो प्रमुख हैं उनको जरूरी है कि परमेश्वर के वचन को अपना पूरी प्राथमिकता दें। ഒന്നാം അധ്യായം 16 വാക്യത്തിൽ പത്രോസ് പറയുന്നു, ദൈവത്തിന്റെ വചനം നിറവേറുന്നു. पहला अध्याय 16 आयत में पतरस कहता है कि पवित्र शास्त्र का लेख पूरा हुआ। ദൈവത്തിന്റെ വചനവും പത്രോസും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് നടക്കുകയാണ്. ये पतरस और परमेश्वर का वचन साथ साथ चल रहे हैं। രണ്ടാം അധ്യായം വരുമ്പോൾ നമുക്കറിയാം പെന്തക്കോസ്തിന് വലിയ വെളിപ്പാടുണ്ടാകും, വലിയ പെന്തക്കോസ് അനുഭവം ഉണ്ടാകും. दूसरे अध्याय में पेंतकोस्त का दिन का और पवित्र आत्मा को उतरने का उद्देश्य है। യെരൂശലേമിന്റെ ആ മാളിക മുറി സ്വർഗീയ തീ കത്തിയ വലിയ ആത്മാവിന്റെ നിറവുള്ള റൂമായി മാറുകയാണ്. यरूशलेम की जो कोठरी थी जहाँ पे चेले बैठे थे, वो जो कोठरी है उसमें सामर्थ उतर आई थी। മുഴു ലോകവും ചോദിക്കുന്നു, ഇതെന്താണ്, എന്ത് സംഭവിക്കുന്നു, ആമേൻ, എന്ത് സംഭവിക്കുന്നു? पूरा संसार, पूरी दुनिया पूछ रही है कि क्या हो रहा है, कैसे हो रहा है। ആമേൻ. ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരാണോ എന്ന് കളിയാക്കിയ ഒരു കൂട്ടം ആളുകൾ. क्या इन्होंने मदिरा का सेवन किया है, ये बात उठा कर रहे थे। എന്നാൽ നാം വായിക്കുന്നു, പത്രോസിന്റെ മറുപടി വീണ്ടും ആ തിരുവെഴുത്ത് കയ്യിലെടുക്കുന്നു. लेकिन हम जानते हैं पतरस का जो जवाब है, फिर से वो पवित्र शास्त्र को हाथ में लेता है। നമുക്കറിയാം പത്രോസിന്റെ കരങ്ങളിൽ വീണ്ടും ദൈവത്തിന്റെ തിരുവചനം. हम देखते हैं पतरस के हाथ में दोबारा परमेश्वर के वचन को देखते हैं। താൻ വിളിച്ചു പറയുന്നു, ഇത് യോവേൽ പ്രവാചകന്റെ വാക്കുകൾ പൂർണ്ണമാകുകയാണ്. पतरस कहता है कि योएल नबी की बातें हैं जो सच हुई हैं। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ആമേ. ലോകം മുഴുവൻ ചോദിക്കുന്നു, എന്താണ്, എന്തുകൊണ്ട് സംഭവിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാകാതെ ആമേ ശിഷ്യന്മാർ പോലും പലരും ആമേ ഇതിന്റെ അർത്ഥം മനസ്സിലാകാതെ വല്ലാത്ത മാനസിക ശങ്കയിലായിരിക്കുമ്പോൾ കാര്യങ്ങൾ തിരുവെഴുത്തിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയ പത്രോസ് പറയുന്നു, ഹല്ലേലൂയ, ഇത് യോവേൽ പ്രവാചകന്റെ വാക്കുകളുടെ പൂർത്തീകരണമാണ്, തിരുവെഴുത്ത് പൂർത്തീകരിക്കപ്പെടുകയാണ്. सामत उतरते ही वहां पे जो खड़े थे दुनिया के लोग, दुनिया कह रही थी क्या हो रहा है, क्यों हो रहा है, और कुछ चेले कुछ जो समझ नहीं पाए वो कह रहे थे कि क्यों हो रहा है। तब पतरस कहता है ये परमेश्वर का वचन है जो पूरा हुआ है। പത്രോസിന്റെ കരങ്ങളിൽ തിരുവചനം. पतरस के हाथ में परमेश्वर का वचन। അതുകൊണ്ടാണ് ദൈവസഭയുടെ ശ്രേഷ്ഠ അപ്പോസ്തലനായ ദൈവം പത്രോസെ തിരഞ്ഞെടുത്തത്. यही कारण था कि परमेश्वर ने पतरस को कलीसिया का एक श्रेष्ठ प्रेरित के तौर पे परमेश्वर ने चुना। കർത്താവില്ലാതെ, കർത്താവിന്റെ അസാന്നിധ്യത്തിൽ ശിശുവായിരുന്ന, ശൈശവദശയിലുണ്ടായിരുന്ന ദൈവസഭയെ ഒരു പിതാവിനെ പോലെ മാതാവിനെ പോലെ സൂക്ഷിപ്പാനായി സ്വർഗം അധികാരം നൽകിയ വിശുദ്ധ പത്രോസ്. पतरस ऐसा व्यक्ति था जब यीशु मसीह जाने के बाद कलीसिया अलग थी, अकेले थी, तब कलीसिया को संभालने के लिए परमेश्वर ने पतरस का इस्तेमाल किया। ശ്രദ്ധിക്കണമേ, കരങ്ങളിൽ തിരുവെഴുത്ത് എന്തിയ വിശുദ്ധ പത്രോസ്. हाथों में पतरस के परमेश्वर का पवित्र वचन है। അമ്മേ ശ്രദ്ധിക്കുക. ഇന്ന് രാവിലെ ഞങ്ങൾ വേഗത്തിൽ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കട്ടെ വാക്കുകൾ. आज की सुबह हम जल्दी से कहकर समाप्त करेंगे, ध्यान से सुनिए। യെരൂശലേമിൽ മുഴങ്ങുന്ന ശബ്ദം, പത്രോസിന്റെ ശബ്ദം
ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ जो പൂർത്തീകരണമാണ്. ये परमेश्वर ये पतरस के हाथ में जो समस्याएं चारों तरफ चल रही हैं, ये पवित्र शास्त्र का लेख है, पूरा हो गया है। 120 പേർ കൂടി വന്ന ദൈവസഭയ്ക്കകത്തും മാളിക മുറിയിലും പത്രോസ് പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം ഇത് സങ്കീർത്തന പുസ്തകങ്ങളിൽ ദാവീദ് എഴുതിയ വാക്കുകളുടെ പൂർത്തീകരണമാണെങ്കിൽ യെരൂശലേം സഭയിലെ പരസ്യമായി പ്രസംഗിച്ചപ്പോഴും പെന്തക്കോസ്ത് നാളെ പ്രസംഗ സമയത്തും പത്രോസിന്റെ കരങ്ങളിൽ ഇതേ തിരുവെഴുത്ത് പറയുന്നു, ഇത് യോവേൽ പ്രവാചകന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണം. हर परिस्थिति में पतरस के हाथ में वचन है, समस्याओं के मध्य में भी उसके हाथ में वचन है, और जब भी पवित्र आत्मा का सामर्थ उतरा तभी पतरस कहता है ये योएल की नबी की बातें हैं, ये पूरी हो गई। പത്രോസിന് അറിയാം യേശുവിന്റെ ജനനം വചനത്തിന്റെ പൂർത്തീകരണമായിരുന്നു. पतरस को पता था कि यीशु मसीह का जन्म लेना भी पवित्र शास्त्र का लेख है। യേശുവിന്റെ ജീവിതം വചനത്തിന്റെ പൂർത്തീകരണമായിരുന്നു. यीशु मसीह का जीवन जो था परमेश्वर के वचन का पूरा होना है। യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവവും മരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണമെല്ലാം വചനത്തിന്റെ यीशु പൂർത്തീകരണമായിരുന്നു. मसीह का सताया जाना, उसका गाड़ा जाना, उसका पुनरुत्थान सब परमेश्वर के वचन में लिखा हुआ है, ये पूरा हुआ। അങ്ങനെയെങ്കിൽ യേശുവിന്റെ അസാന്നിധ്യത്തിൽ യേശുവിന്റെ ശരീരമായ ദൈവസഭയുടെ ഓരോ നിമിഷത്തെ ജീവിത കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമായിരിക്കും. हर एक विश्वासी के जीवन में जो जो चीजें होनी है वो सब परमेश्वर के वचन में लिखी है, वो पूरी होंगी। യേശു ദൈവത്തിന്റെ വചനവുമായി ശിഷ്യന്മാരെ മുമ്പോട്ട് നടത്തിയെങ്കിൽ ദൈവസഭയെ നടത്തേണ്ട ഉത്തരവാദിത്വം ശിഷ്യന്മാരുടേതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനവും കരത്തിലേന്തി ദൈവസഭയുടെ മുമ്പിൽ നടക്കുകയാണ്. ये हमारे ये जिम्मेदारी है कि हम कलीसिया को एक अच्छा नेतृत्व देकर इस कलीसिया को वचन में स्थापित करना हमारी जिम्मेदारी है। നമ്മുടെ സഭയെ വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തിന്റെ വചനവും കയ്യിലേന്തി അഭിഷിക്തന്മാർ മുമ്പിൽ നടക്കട്ടെ. अगर हमको हमारी कलीसिया को एक सफलता के तौर पे एक विजयी अगर जीवन व्यतीत करना है तो परमेश्वर के वचन को प्राथमिकता देना जरूरी ആമേ. है। കുഞ്ഞുങ്ങളുടെ ആത്മീക വളർച്ചയും ആത്മീക വികാസവും എല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ ദൈവവചനവും പേര് മുമ്പിൽ നടക്കട്ടെ. बच्चों के भविष्य को बच्चों को आत्मिक तौर से दृढ़ बनाने के लिए माता पिताओं की जिम्मेदारी है कि परमेश्वर के वचन को प्राथमिकता दें। കുടുംബാന്തരീക്ഷങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം നൽകട്ടെ. जो परिवार का वातावरण है उसमें परमेश्वर के वचन को प्राथमिकता देने पाए। ആമേ. വലിയ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവസഭ ആടി ഉലയുമ്പോൾ അഭിഷിക്തന്മാർ ദൈവത്തിന്റെ വചനവും പേര് മുമ്പോട്ട് വരട്ടെ. जब समस्याएं चारों तरफ हमें घेरी होंगी तो ये हमारा कर्तव्य है कि हम परमेश्वर के वचन को लेके आगे बढ़े। ദൈവത്തിന്റെ പൈതലെ, ദൈവം അറിയാതെ ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമല്ല ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. प्रियजनों, मैं बात करना चाहता हूँ कि हमारे जीवन में परमेश्वर के वचन के अलावा कुछ भी पूरा नहीं है। ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന എന്റെ ജീവിതം ഇന്നലെ നടന്നതും ഇന്ന് നടക്കുന്നതും നാളെ നടക്കുവാൻ പോകുന്നതെല്ലാം ദൈവവചനത്തിന്റെ मैं പൂർത്തീകരണമായിരിക്കും. विश्वास करता हूँ बीते दिनों में जो मेरे जीवन में हुआ, जो आज हो रहा है, जो कल होगा, वो सब परमेश्वर के वचन में लिखा है, वो पूरा होगा। അങ്ങനെയെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനവും അതേ അവസരവും കൊടുക്കാം. इसका मतलब ये है कि हमें खुद करने की कुछ आवश्यकता नहीं, वो परमेश्वर के वचन में विश्वास करे, वो खुद करेगा। നിശ്ചയമായി നാം മുമ്പോട്ട് പോകും. हमें ये विश्वास है कि हम आगे बढ़ेंगे। യൂദയുടെ കുറവ് ദൈവസഭയുടെ തകർച്ചയ്ക്ക് കാരണമാകില്ല. यहूदा का जाना कलीसिया के लिए एक बहुत बड़ा नुकसान नहीं है। ആമേ. ആ കുറവുകൾ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നികത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. वो नुकसान की भरपाई करने के लिए परमेश्वर के वचन में सामर्थ्य है। നമ്മുടെ ബുദ്ധിയാലുള്ള ഒരു ആമേൻ തിരഞ്ഞെടുപ്പുകളും യൂദയ്ക്ക് പരിഹാരമായി മാറുകയില്ല. हमारी बुद्धि से, हमारी समझ से, कोई चुनाव करने से, किसी को चुनने से यहूदा की जो खाली स्थान है वो नहीं भरेगा। ആമേൻ. ദൈവത്തിന്റെ വചനത്തിന് സ്ഥാനം കൊടുക്കാം. जो परमेश्वर का वचन है उसको पहली प्राथमिकता देना जरूरी है। ആമേൻ. ദൈവത്തിന്റെ വചനം പൂർത്തീകരിക്കപ്പെടട്ടെ. जो परमेश्वर का वचन है उसको पूरा होने दे। നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ദൈവത്തിന്റെ വചനം പൂർത്തീകരിക്കപ്പെടട്ടെ. हमारे परिवार के वातावरण में भी परमेश्वर का वचन पूरा होने पाए। നമ്മുടെ സഭകളിൽ ദൈവ വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. हमारी कलीसियाओं में भी परमेश्वर के वचन की वो सामर्थ आने पाए। നമ്മുടെ തലമുറകളെ ദൈവത്തിന്റെ വചനം നയിക്കട്ടെ, ഭരിക്കട്ടെ. हमारी पीढ़ियों को भी परमेश्वर का वचन ही संभाले, उनको आगे चलाए। ആമേൻ. യെരൂശലേം സഭയുടെ അധ്യക്ഷനായിരുന്ന പത്രോസിന്റെ കരങ്ങളിൽ തിരുവചനം. जो
परमेश्वर की जो कलीसिया के जो अध्यक्ष था पतरस, उसके हाथ में परमेश्वर का वचन है। താൻ പറയുന്നു തിരുവെഴുത്ത് നിറവേറുന്നു. तो वो कहता है, पतरस कहता है कि परमेश्वर का पवित्र शास्त्र का लेख पूरा हुआ ഇന്ന് है। രാവിലെ ആത്മാവിൽ പറയാമോ എന്റെ ജീവിതം ദൈവത്തിന്റെ വചനം आज നിറവേറുകയാ? के सुबह कितने लोग कह सकते हैं कि मेरे जीवन में परमेश्वर का वचन पूरा हुआ ആമേൻ. है। ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഞാൻ എന്നെ പൂർണ്ണമായിട്ട് मैं സമർപ്പിക്കുന്നു. परमेश्वर के वचन के लिए खुद को समर्पित करता हूँ। ഞാനും എന്റെ കുടുംബവും ദൈവത്തിന്റെ വചനത്തിന്റെ കീഴിൽ സുരക്ഷിതരാണ്. मैं और मेरा परिवार, मेरा घराना परमेश्वर के वचन के उस घेरे में सुरक्षित है। വചനത്തിന്റെ സത്യം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ മാറുകയില്ല. उस परमेश्वर के वचन के सत्य को ढूंढते हुए ना बाएं ना दाएं कहीं नहीं जाएंगे। ഇന്നലകളിൽ വചനം പേര് നാം ഇറങ്ങിയെങ്കിൽ ജീവിതത്തിന്റെ സായാഹ്നം വരുന്ന വചനം മുമ്പോട്ട് പോകും. अगर हम आज के दिन, अगर हम बीते दिनों में परमेश्वर के वचन को लिए अगर हम जीवन व्यतीत करते हैं तो आखिरी सांस तक जीवन व्यतीत करेंगे। വചനത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു ഉയർച്ചയും നമുക്ക് വേണ്ട. परमेश्वर के वचन को छोड़कर उसके बजाय कोई और सफलता हमें नहीं चाहिए। പത്രോസ് പറയുന്നു എന്റെ ജീവിത ഉയർച്ചകൾക്കെല്ലാം കാരണം ഈ തിരുവെഴുത്താണ്. पतरस कहता है कि मेरे जीवन की सफलता के पीछे बहुत बड़ा कारण है वो परमेश्वर का वचन है। യെരൂശലേം സഭയുടെ മുമ്പിൽ തിരുവചനവുമായി നിൽക്കുന്ന വിശുദ്ധ പത്രോസ്. यरूशलेम की कलीसिया के सामने एक बड़े ही दृढ़ता के साथ वचन को लिए खड़ा हुआ पतरस। പരിശുദ്ധ പിതാവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. परमेश्वर पिता, हम आपका धन्यवाद करते हैं। തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर के वचन, आपके वचन के लिए धन्यवाद ഈ करते हैं। വചനം നിറവേറുന്ന വചനമാകയാൽ ये സ്തോത്രം. वचन पूरा होने वाला वचन है, इससे ഈ धन्यवाद। വചനം അതിന് ജീവനും ചൈതന്യമുള്ള വചനമാകയാൽ സ്തോത്രം. इस वचन में जीवन है और सामर्थ्य है, इसलिए परमेश्वर धन्यवाद। പിതാവേ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. प्रभु, इस वचन के लिए धन्यवाद करते हैं। ഗോഡ്സ് മിഷനായി സ്തോത്രം ചെയ്യുന്നു. इस गॉड्स मिशन के लिए धन्यवाद करते हैं। ഹൗസ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. थॉमसन पास्टर के लिए धन्यवाद करते हैं। ലീഡേഴ്സായ പാസ്റ്റർമാർക്കായി സ്തോത്രം. जितने भी अगुवे हैं उन सबको धन्यवाद करते हैं। എല്ലാ ദൈവദാസദാസന്മാർക്കായി സ്തോത്രം सभी ചെയ്യുന്നു. दास दासियों के लिए उनको धन्यवाद ഈ करते हैं। വചനത്തിന് വേണ്ടി പൂർണ്ണമായ നിലകളിൽ വിളിച്ചതിനായി इस സ്തോത്രം. वचन को प्रभु यीशु मसीह सुनने के लिए आपने बुलाया, धन्यवाद। അങ്ങനെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. आपके वचन के लिए धन्यवाद करते हैं। കർത്താവേ തിരുവെഴുത്തിനായി സ്തോത്രം ചെയ്യുന്നു. पवित्र शास्त्र से धन्यवाद करते हैं। എല്ലാ മഹത്വം കർത്താവ് सारा आदर आपको प्रभु യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से। ആമേൻ. आमेन। ഇത് നമ്മളെ സഹായിക്കട്ടെ. प्रभु हम सबको आशीष करे। ഗോഡ് ബ്ലെസ് യു. प्रभु आपको आशीष करे। ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് ദാനമായിട്ട് തന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കേൾപ്പിച്ച അനുഗ്രഹം